ജിൻഡോയ്ക്ക് ഫ്രസ്ട്രേഷൻ ആണെന്നുള്ളത് ജാസ്മിൻ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതാണ് ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യമുന വരുമ്പോൾ പറയുന്നത്. ഗബ്രിക്കും ജാസ്മിനും ഒന്നും ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലെന്നാണ് യമുന പറയുന്നത്. എന്ന ഇന്നർവെയറിന്റെ ഇഷ്യൂല് ജിൻഡോയെ ജാസ്മിനുമായിട്ട് വഴക്ക് നടക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടെ കുറച്ചൊക്കെ മ്യൂട്ടായിരുന്നു, എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഫ്രസ്ട്രേഷൻ ആണെന്ന്, എന്തോ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഫ്രസ്ട്രേഷൻ ആണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്നാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇന്നർവെയർ എടുത്ത് നോക്കുക, അതുപോലെ തന്നെ ഞങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കുക, അതുപോലെ തന്നെ ആദ്യം ഞങ്ങൾ തിരിഞ്ഞാണ് കിടന്നതെന്ന് പറയുക, പിന്നെ ഒന്നിച്ച് ഞങ്ങൾ കിടക്കുമായിരുന്നു എന്ന് വന്ന് പറയുക, നാണവും മാനവും മര്യാദയൊന്നും ഇല്ലാത്ത വൃത്തികെട്ടവനെ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ആണെന്നൊക്കെ അന്ന് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയുടെ. ആണും പെണ്ണും അടുത്തിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് കിടക്കുന്നതും ഇന്നർവെയർ എടുത്ത് പൊക്കുന്നതും ഇവർ കിടക്കുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കുന്നതും അതൊക്കെ ഒരു തരത്തിൽ ജിൻഡോയുടെ ഫ്രസ്ട്രേഷൻ ആണെന്നുള്ള രീതിയിലാണ് ജാസ്മിൻ അന്ന് സംസാരിച്ചത്. അങ്ങനെ ജിൻഡോനെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആ വേർഡ് യൂസ് ചെയ്ത് പറഞ്ഞത് ശരിയായില്ല എന്നും അങ്ങനെ മോശമായിട്ട് അയാളെ പറയരുതായിരുന്നെന്നും അങ്ങനെ മോശമായിട്ട് ഒരാളെ കാണിക്കുമ്പോൾ ആ ആളുടെ കൂടെയാണ് ഞങ്ങൾ ഇടപെടുന്നതെന്നും അത് ഞങ്ങളെ അങ്ങനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള രീതിയിലാണ് ഇന്ന് യമുന സംസാരിച്ചത്. അവിടെ ശ്രീതു, അപ്സര, ശരണ്യൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നീട് മാറി നിന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്ത് ഈ വേർഡ് എങ്ങനെ യൂസ് ചെയ്ത് ആ രീതിയിലാണ് പറഞ്ഞെങ്കിൽ അത് തെറ്റല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജിൻഡോയിനെ പറ്റി ജാസ്മിൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? യമുനയ്ക്ക് ക്യാപ്റ്റൻ ആവണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മെജോറിറ്റി യമുനയ്ക്ക് കിട്ടില്ല. മൊത്തമായിട്ട് വഴക്കാണല്ലോ യമുന. ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും അതുപോലെ തന്നെ ശ്രീരേഖയുമായിട്ട് വഴക്കാണ്. ഈ ആഴ്ച ബിഗ് ബോസിലെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ജാസ്മിൻ തന്നെയാണ് മെജോറിറ്റി വെച്ചിട്ട്. അപ്പോൾ ജാസ്മിൻ ആണ് ഇനി പവർ ടീമിനെയും കാര്യങ്ങളെയും എല്ലാം തീരുമാനിക്കുന്നത്. ഓരോ ടീമിനെ സ്പ്ലിറ്റ് ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ജാസ്മിൻ ഇന്നലെ കുറേ പ്ലാനിങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ശരണ്യനെയും അപ്സരനെയും ശ്രീധുവിനെയും ഒക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഋഷി എന്തായാലും ഋഷിനെയും അൻസിബേനെയും ഒരേ ടീമിൽ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇടാമെന്നൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. ജിൻഡോയെ, ജാൻമണി എല്ലാവരും സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും മൊത്തത്തിലുള്ള സ്പ്ലിറ്റിങ്ങും അതുപോലെ തന്നെ ജാസ്മിന്റെ ക്യാപ്റ്റനും പവർ ടീമും മാറുകയാണ്. അതുമാത്രമല്ല വൈൽഡ് കാർഡിന്റെ എൻട്രീസും അതിന്റെ ഇടയ്ക്ക് വരുവാണ്. അപ്പോൾ മൊത്തത്തിലൊരു പൊട്ടിത്തെറി അടുത്ത ആഴ്ചകളിൽ പ്രതീക്ഷിക്കാം. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകളൊക്കെ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.